ജീനി, ജീനി, ഈ കഥയൊക്കെ തുറന്നിട്ടിട്ട് അവൾ എങ്ങോട്ട് പോയി? ആ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നീ എന്താടി പോയപ്പോ എന്നെയും കൂടെ ഒന്ന് വിളിക്കാഞ്ഞത്? ഞാനും കൂടെ വരത്തില്ലായിരുന്നോ പള്ളിയിലോട്ട്? എത്ര ദിവസമായി ഇന്ന് പോയിട്ട്? ജീനി, ജീനി, നിനക്ക് എന്ത് പറ്റി? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്താ വയ്യ നിനക്ക്? എന്താ ജീനി? എടി, ഞാൻ അലക്സിനെ കണ്ടു. എടാ, കഴുത്തിനിപ്പോ എങ്ങനെയുണ്ട്? ഓഹ്, നല്ല വേദനയുണ്ടെടാ, അതങ്ങോട്ട് മാറുന്നില്ല. എടാ, വയ്യായിരുന്നെങ്കി വരണ്ടായിരുന്നല്ലോ ഇന്ന്. ഓ, വീട്ടിൽ ഇരിക്കാൻ വയ്യടാ, ആ തന്തപ്പടി വീട്ടിലുണ്ട്. അല്ലെ പിന്നെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, അതാ ഞാനിങ്ങി പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? നടന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് സ്റ്റെയറിന്ന് വീണാന്നാ ഞാൻ പറഞ്ഞത്. അത് വിശ്വസിച്ച് കാണുവോ? ആ, എനിക്കറിയില്ല, വിശ്വസിച്ച് കാണുമായിരിക്കും. എടാ ജോ, നിന്നോട് ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. കഴുത്തുവേനയായോണ്ടാ ചോദിക്കാൻ. എന്താടാ? എടാ, ഇന്നലെ അവന്മാർ അത്രേ ഷോ കാണിച്ചപ്പോ നിന്റെ വായിക്കകത്ത് നല്ല പഴം കുത്തിക്കയറ്റി വെച്ചേക്കുമായിരുന്നോ? അത്രയും നേരം അവന്മാര് കിടന്ന് ഷോ കാണിച്ചപ്പോ നീ ഒന്നും മിണ്ടാതെ മാറി നിന്നു. എന്റെ കൊഴുത്തു വയ്യാതെ പോയി. അല്ലെ ഞാൻ രണ്ടെണ്ണം പറഞ്ഞേന്. കിട്ടിയ അവസരം വെറുതെ ഇങ്ങനെ കുറഞ്ഞു. ഞാൻ എന്ത് പറയണമെന്നാ നീ പറയുന്നേ? ഇന്നലെ പ്രിൻസി പറയുന്നത് നീ കേട്ടതല്ലേ? എന്റെ അപ്പച്ചനെങ്ങനെ ഈ കാര്യം അറിഞ്ഞ? പിന്നെ അറിയാലോ നിനക്ക് എന്റെ അവസ്ഥ എന്താണെന്ന്. ഓ, അപ്പനെ പേടിയുള്ളൊരു മോൻ. ഇന്ന് മുതലാടാ നീ തുടങ്ങിയത്? ഒന്ന് പോജോ. നീ ഇന്നലെ കാണിച്ചതേ വലിയൊരു തെണ്ടിത്തരോ. നിന്നോട് ആര് പറഞ്ഞിട്ട് അവിടെ കൈ കയറി പിടിക്കാൻ? നീ കാരണമാ ഇന്നലെ അവിടെ അത്രയും പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് അവൻ എന്റെ മണ്ടയ്ക്ക് കയറാൻ വരുമോ? ഓ, ഒരു മാന്യൻ. നിനക്കും കൂടി വേണ്ടിയാടാ ഞാൻ അങ്ങനെ കാണിച്ചത്. എന്നിട്ടിപ്പോ ഞാൻ ചെയ്തത് തെണ്ടിത്തരം അല്ലേ? എടാ ജോ, നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് നടക്കത്തില്ല. അവൾ നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. നീ നോക്കിക്കോ. ഡാ, മതി, നിർത്തിക്കോ. അതിനെ കുറിച്ച് നീ ഒന്നും സംസാരിക്കണ്ട. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എല്ലാം അറിയുന്ന നീയും കൂടി ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ? എടാ ജോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. അവന്മാരുടെ മുമ്പിൽ ഇങ്ങനെ താന്നു നിൽക്കുമ്പോ എനിക്ക് എന്തോ പോലെ. അവന്മാര് മാത്രം ഇങ്ങനെ ജയിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. എടാ, ഇത് നമ്മളായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നം. ഇനി നമുക്ക് ജയിക്കാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടും. ആ വഴി ഞാൻ കാണിച്ചു തന്നാലോ? നീയോ? നീ എന്താ ഇവിടെ? അതെന്താ, എനിക്കിവിടെ വന്നൂടെ? നീ വരുമോ വരാതിരിക്കും നിന്റെ ഇഷ്ടം. ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കോട്ട് നീ എന്തിനാ കയറി വന്നെന്നാ ചോദിച്ചേ. നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടു. അവന്മാരെ ജയിക്കാൻ നിങ്ങൾക്കൊരു വഴി വേണം. അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ആവശ്യമില്ല. എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം. നീ കൂടുതൽ സംസാരിക്കണം. പോയിക്കോ. ശരി, എന്റെ ഹെൽപ്പ് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ജോ, അവളെ കിട്ടാൻ കുറച്ച് പാടാ. പക്ഷെ അതിനുള്ള വഴി എന്റെയിലുണ്ട്. അപ്പൊ ശരി, കാണണം. എടാ, അവന്റെ കയ്യിൽ എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അവന്മാർക്കിട്ട് പണിയാൻ ഇപ്പൊ കിട്ടിയ ചാൻസാ. നമുക്ക് അവന്റെ കൂടെ കൂടിയല്ലോ. എന്റെ പൊന്നബി, നിനക്ക് കിട്ടിയതൊന്നും പോരെ. ഇനി ഇതും കൂടെ തലേ വെക്ക്. എടാ ജോ, നീ കേട്ടതല്ല അവൻ പറഞ്ഞു നോക്കേ. എടാ, നമുക്ക് അവന്മാരെ തോപ്പിക്കാൻ കിട്ടിയ അവസരമാ. അത് വെറുതെ ഇങ്ങനെ കളയണം. അവന്റെ കൂടെ നിന്ന് എനിക്ക് അവന്മാരെ തോപ്പിക്കണ്ട. അതിനുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട. എടാ, എബി വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? അവനിപ്പോ കുഴപ്പമൊന്നുമില്ലടാ. കഴുത്തിലൊരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ടടാ. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇവനല്ലേടാ അതൊന്നും കിട്ടിയത്. അവനെ സമ്മതിക്കണം. ഇവന്മാര് ക്ലാസ്സിൽ കയറാത്തോണ്ട് വരുന്നതും പോകുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അത് ശരിയാ. എപ്പോ നോക്കിയാലും നീയൊക്കെ ഈ ക്യാൻറ്റീനിലുണ്ടല്ലോടി. നിനക്കൊന്നും ക്ലാസ് ഇല്ലേടി? അതന്നെ ഞങ്ങക്ക് പറയാനുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെയൊക്കെ അല്ലേ അനിയത്തിമാര് ഇങ്ങനെ വരും.
വന്ന കാര്യം നിക്കാതെ സെജുമാൻ ഇങ്ങോട്ട് ഇരിക്കേ. ആ ഇപ്പോഴാ ഓർത്തെ, എന്റെ കൂലി എവിടെ? കിട്ടിയില്ല. അതല്ലേ ഇന്നലെ തന്നത്. ആ അത് വേറെ ഇത് വേറെ. ഓ തരാം. എന്താ നിങ്ങൾ തമ്മിൽ ഒരു കൂലിക്കണക്ക്? എന്താ കാര്യം? അതൊന്നും ഇല്ലടാ, നിന്റെ പെങ്ങക്ക് ബസ് കിട്ടാതെ നിന്നപ്പം ഞാനായി ഇവിടെ വരെ കൊണ്ടുവിട്ടത്, അതിന്റെ കൂലിയാ. ഓ അതായിരുന്നു. കുട്ടി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? കുട്ടിക്കൊന്ന് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഈ ജാക്സെറ്റ് വാങ്ങി തരാം. ജാക്സേട്ടനോ? ഈ കുട്ടി എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും വേണമെങ്കിൽ പറയൂ കുട്ടി. ഈ ജാക്സേട്ടനില്ലേ, പറയൂന്നേ. ഇവനെന്തോ വയ്യേ? എന്ത് പറഞ്ഞാലും വാങ്ങിത്തരോ ജാക്സേട്ടാ? അവൻ പറഞ്ഞു കേട്ടില്ലടാ, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളെ. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചോട്ടെ, ജാക്സേട്ടനുണ്ടല്ലോ. ശരി ജാക്സേട്ടാ, ഞങ്ങൾ ഇപ്പോ വാങ്ങാം. പെട്ടെന്ന് വാങ്ങിച്ചോ, ജാക്സേട്ടൻ പറഞ്ഞതാ. ജാക്സേട്ടാ എനിക്ക് പപ്സ് മതി കേട്ടോ. ജാക്സേട്ടാ എനിക്കൊരു പപ്സും ലൈമുവേ. ജാക്സേട്ടാ എനിക്കൊരു പഴംപൊരി. അല്ല നിങ്ങൾക്കാർക്കൊന്നും വേണ്ടേ? അതിപ്പോ ഞങ്ങൾക്ക് 3 പേർക്കും ജ്യൂസ് മതി. അല്ലേടി മതിയല്ലോ. ആ ജ്യൂസ് മതി, ജ്യൂസ്. അയ്യോ എന്താണ്ട് മറന്നല്ലോ. ആ ജാക്സേട്ടന് വാങ്ങിയില്ല. ചേട്ടാ 2 ഉണ്ടംപൊരി ഇങ്ങടുത്തേക്ക്, ജാക്സേട്ടന് വേണ്ടിട്ടാണേ. നാറികള് സമ്മതിക്കൂല. എന്തെങ്കിലും പറഞ്ഞോ ജാക്സേട്ടാ? ഒന്നുമില്ല. കുത്തിക്കേറ്റടാ, കുത്തിക്കേറ്റ്. എന്റെ 500 രൂപ പോയി. ജാക്സേട്ടൻ കഴിക്കുന്നില്ലേ? എന്റെ വയറ് നിറഞ്ഞു, ഇനി എനിക്ക് ഒന്നും വേണ്ട. നിറഞ്ഞു? ഇതൊക്കെ പറയണ്ട്. എന്നാ ഞാനിതിന് എടുക്കുവാണേ. ഹാപ്പി ആയില്ലേ ജാക്സേട്ടാ? പിന്നെ ഭയങ്കര ഹാപ്പിയാ. എടാ വി, എന്താടാ ഇവിടെ തീറ്റ മത്സരോ? എടാ ഇന്ന് ജാക്സേട്ടന്റെ വക ട്രീറ്റാ, അതിന്റെ ഇത്. ട്രീറ്റാ? എന്താടാ ജാക്സ, നിനക്ക് പുതിയ പെണ്ണൊക്കെ സെറ്റായോ? ഇവന്മാര് സമ്മതിച്ചിട്ട് വേണ്ട എനിക്കൊരു പെണ്ണ് കിട്ടാൻ. അത് ഇക്കാലത്തൊന്നും നടക്കൂല. എടാ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? പറഞ്ഞോട്ടോ, ജാക്സേട്ടൻ വാങ്ങി തരും. ഞങ്ങൾക്കൊന്നും വേണ്ടടാ, ഞങ്ങള് നിങ്ങളെന്ന് കാണാൻ വേണ്ടി വന്ന ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താടാ, എന്താ കാര്യം? എടാ നമ്മുടെ ബാൻഡിന്റെ കാര്യം ചോദിക്കാൻ വന്നതാ. HOD ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഒന്നുകൂടി അത് തുടങ്ങിക്കൂടെയെന്ന്. അതുകൊണ്ട് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മളത് അന്ന് നിർത്തിയതല്ലേ, പിന്നെ എന്തിനാ തുടങ്ങുന്നേ? എടാ അതല്ലടാ, HODയും പ്രിൻസിപ്പളും ഒക്കെ വന്ന് ചോദിച്ചടാ. എന്തായാലും നമ്മളല്ലേ ഇവിടെ നന്നായിട്ട് കൊണ്ടുപോയത്. അപ്പൊ പോകുന്നതിന് മുമ്പ് നല്ലൊരു ഓർമ്മ ഈ കോളേജിന് വേണ്ടി കൊടുക്കേണ്ടേ നമുക്ക്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. എടാ അത് വേണ്ടടാ, നമ്മളത് അവസാനിപ്പിച്ചല്ലേ, വീണ്ടും അത് തുടങ്ങുകയെന്ന് വെച്ചാ മാറ്റുന്നില്ലടാ. എടാ വിക്കി, നമ്മൾ ഈ ഒരു ഇയറും കൂടെ ഉള്ളു ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേടാ. എടാ ഈ കോളേജിൽ വന്നിടം മുതൽ ഈ ബാൻഡിലുണ്ടായിരുന്നപ്പോഴാ ഒരു റിലാക്സേഷൻ കിട്ടിയത്. നിങ്ങളുടെ പാട്ടും ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സും അതൊക്കെ ഒരു വൈബല്ലായിരുന്നോ? ആ വൈബ് നമ്മൾ പോകുന്നതിന് മുന്നേ തിരിച്ചു കൊണ്ടുവരണം. അത് മാത്രം മതി, ഒറ്റ തവണ. അത് കഴിഞ്ഞു വേണ്ട. എടാ നിങ്ങൾക്കറിയാലോ, ഇത് അനന്ത് തുടങ്ങി വെച്ചതല്ലേ.
അവനില്ലാതെ എങ്ങനെയാടാ ഞങ്ങള്? എടാ മനസ്സിലായടാ എനിക്ക്. പക്ഷെ ഞാൻ അനന്തോനും കൂടെ വേണ്ടിയിട്ടാ ഇത് പറയുന്നേ. അവനും ആഗ്രഹിക്കുന്നുണ്ടാവില്ലടാ നമ്മൾ ഒരു വട്ടം കൂടി പാടണമെന്ന്. പോകുന്നതിന് മുമ്പ് ഒരു വട്ടം അല്ലേടാ. പ്ലീസ് ദാ, നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ഞങ്ങളെന്നാ പോവാടാ. എന്താടാ ഇപ്പൊ ചെയ്യണ്ടേ? നമുക്ക് ആലോചിക്കാം. ജാക്സ, നീ എന്താ പറയുന്നേ? എടാ, അനന്തം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലടാ. മിഥുനേട്ടാ, നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് ബാൻഡ് ഒക്കെ ഉണ്ടോ? നിങ്ങൾക്കറിയില്ലേ? ഇല്ല, ഞങ്ങളതിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല. നിങ്ങളുടെ ചേട്ടന്മാരാണല്ലോ അതിലെ സിംഗേഴ്സ്. ഇവന്മാരൊന്നും പറഞ്ഞിട്ടില്ലേ? ആര്? ചിമ്മിക്കുടനോ? ദൈവമേ, ഇന്ന് വരെ ഒരു മൂളിപ്പാട്ട് പോലും അവർ പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. അതേനെ, ഞാനും കേട്ടിട്ടില്ല. നിങ്ങളുടെ മ്യൂസിക് ബാൻഡിന്റെ പേരെന്താ? ഋതം. ഋതം കൊള്ളാലോ, നല്ല പേരാണല്ലോ. ആരെ പേരിട്ടെ? അത് അനന്തുവാ. ആ ചേട്ടന്റെ പേര് ഇല്ലേ? എവിടെ പോയി? അവൻ മരിച്ചുപോയി. എടാ, ഞങ്ങളെന്നാ ക്ലാസ്സിലോട്ട് പോടാ. സമയത്തിലായില്ലേ? ശരി, പിന്നെ കാണാടാ. അയ്യോ, ഞാൻ അറിയാതെ ചോദിച്ചതാ. എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടൻ മരിച്ചു പോയിന്ന്. അതൊന്നും സാരില്ല. അപ്പൊ ശരി, ഞാൻ പോവാ. ബൈ. എടി, എനിക്ക് അറിയില്ലടി ആ ചേട്ടന്റെ കാര്യം. ഞാൻ അറിഞ്ഞില്ലല്ലോ. അവർക്കൊക്കെ വിഷമായോടി ഞാൻ അങ്ങനെ ചോദിച്ചത്. അതൊന്നും സാരില്ലടി, നീ അറിയാത്തോണ്ടല്ലേ. കുഴപ്പമൊന്നുമില്ല. എടാ, എന്തായി തീരുമാനം? തീരുമാനമൊന്നും ആയില്ല. എടാ, ഞാനിപ്പോ HOD കണ്ടായിരുന്നു. പുള്ളി പറയുന്നത് കോളേജിലേക്ക് നമ്മുടെ പ്രോഗ്രാം നടത്തണോന്നാ. അതൊക്കെ ശരിയാ, പക്ഷെ അവനില്ലാത്തോണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലടാ. എടാ, ഇത് അനന്തുവിന്റെ ഡ്രീം അല്ലായിരുന്നു. അവന് വേണ്ടിയെങ്കിലും നമ്മൾ ഇത് ചെയ്യണ്ടേ? അത് മാത്രമല്ല, പോകുന്നതിന് മുമ്പ് ഓർത്തിരിക്കാൻ നമുക്കെങ്കിലും വേണ്ടേ കുറച്ച് മൊമെന്റ്സ്? അതിനു വേണ്ടിയെങ്കിലും പ്ലീസ് എടാ. ജാക്സ, എന്താ നിന്റെ അഭിപ്രായം? നീ പാടാൻ തയ്യാറാണോ? ഓ, ഇത് കേട്ടാ മതി. ഞാനെന്നാ പോയി അവന്മാരോട് പറയട്ടെ. ഒരു കാര്യം മറന്നു. വിക്കി, ഡാൻസിന്റെ കാര്യം നീ മറന്നില്ലല്ലോ? ഞാനത് മറന്നിട്ടില്ലടാ. നമ്മളത് അന്നേ തീരുമാനിച്ചല്ലേ. അപ്പൊ ശരിടാ, വൈകിട്ട് കാണാം. തെമ്മണ്ണി കുളിക്കുകയാണ് തിരാവിലെ. വൗ, ഫെന്റാസ്റ്റിക്. ഇത് എഴുതിയിട്ടും തീരുന്നില്ലല്ലോ. ഇതെപ്പോഴും തീരുന്നു ഞാൻ. ഇവൻ എന്തു ഈ പറയുന്നു? എന്താണ് ജാക്സ, നാമ ജപിക്കുവോന്ന്? അല്ലടാ, ഭജന പാടുക. എന്തേ? നല്ല ചൂടിലാണല്ലേ? അല്ല, നല്ല തണുപ്പില്ല. എന്തുവാടാ ജാക്സ, നിനക്കിപ്പോ എന്തുവാ വേണ്ടേ? മനുഷ്യൻ ഇവിടെ നോട്ട് എഴുതാൻ വേണ്ടി പെടാപ്പാട് പെട്ടോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഒരു കുണച്ച തമാശ. ഞാൻ നിന്നെ ബിങ്കു കളിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാ. പൊന്നോ, ഒരുത്തിനെ വിളിക്കാൻ പറ്റില്ല. ഞാൻ പോകുന്നു. കോയ്, താനാരാ? എന്താ ഇവിടെ? അത് ഞാൻ. എന്തുവാടോ, കാര്യം പറ. അത് പിന്നെ ഞാൻ ഇല്ലിരിക്കുന്ന ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഒന്ന് വിളിക്കോ? ചേട്ടൻ? ദേ എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ, ആ ചേട്ടനെ. ആര്? ജാക്സണോ? അതെ. ജാക്സനെ കാണാൻ ഒരു പെണ്ണോ? എടാ ജാക്സ, നിന്നെ കാണാൻ ഒരു പെങ്കൊച്ചു വന്നേക്കുന്ന. എന്താടോ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താടാ ജാക്സ, ലൈനാണോ? അല്ലടാ, പോസ്റ്റാ. എന്തൊക്കെ അറിയണം? ഇവനെന്താ ഭ്രാന്തായോ? എന്താടോ? അത് ഞാനങ്ങനെ ചോദിച്ചത് ചേട്ടനത്ര വിഷമായെന്ന് എനിക്കറിയാം. സോറി ചേട്ടാ, എനിക്ക് അറിയില്ലായിരുന്നു. താൻ എന്നോട് സോറി എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ അവനെ കുറിച്ച് കേട്ടപ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. ചേട്ടനിപ്പോ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആടോ.
എനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ വയ്ക്കോ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. ക്ലാസ് വരെ കൊണ്ടാക്കിയോടാ അവളെ. നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ എപ്പോഴേ വന്നു. എന്താ മോനെ ഉദ്ദേശം? എന്തുദ്ദേശം? പോടാ അവിടുന്ന്. എന്തിനാടാ ഹോബാമ വിളിച്ചേ? അമ്മ പറഞ്ഞു അവളുമാരെയും കൂടെ കൂട്ടിക്കൊണ്ടു വരാൻ, അതാ. എടാ പോവാടാ. എടാ ഞങ്ങൾക്ക് ഇന്ന് അവളുമാരെയും കൂടെ കൊണ്ടുപോകണോടാ. നീ എന്തായാലും തൽക്കാലം ബസ്സിന് പോ. ബെല്ലടിച്ചിട്ട് ഇത്രയും നേരമായി, അവളുമാരിത് എവിടെ പോയി കിടക്കുക? ആ ദേ വരുന്നല്ലോ. എടാ യൂഞ്ചി ഇല്ലല്ലോ കൂടെ. എടി യൂഞ്ചി എന്തേ? അവള് ഞങ്ങളുടെ പുറയിലുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെ പോയി? ആ ബെസ്റ്റ്, നല്ല ഫ്രണ്ട്സ്. യൂഞ്ചി എനിക്ക് നിന്റെ നമ്പർ ഒന്ന് തരുവോ? കുറച്ച് നോട്ട്സിന്റെ കാര്യം ചോദിക്കാനാ. അതിനെന്താ, തരാലോ. യൂഞ്ചി എന്താ ചോദിച്ചാ? ബെല്ലടിച്ചിട്ട് ഇപ്പൊ എത്ര നേരായി? നിനക്ക് ഇറങ്ങാൻ സമയമായില്ലേ? വാ ഇങ്ങോട്ട്. ഇച്ച ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്. ഇവനേതാ? അവൻ ഞങ്ങളുടെ ക്ലാസ്സിലെയാ. നിങ്ങളുടെ ഫ്രണ്ടാണോ? ഫ്രണ്ടോ? ഇവനോ? എനിക്കവനെ കണ്ണെടുത്താ കണ്ടൂടാ. യൂജിയോട് മാത്രം എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നതാണ്. അതെ, യൂജിയോട് മാത്രമേ ഇവ സംസാരിക്കാറുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരാളോട് പോലും ഇവ സംസാരിക്കാറില്ല. അതെന്താടാ യൂഞ്ചിയോട് മാത്രം ഒരു സംസാരം? ഈ ഒരു കാര്യത്തിലാണ് ഞാൻ യൂജി എപ്പോഴും വഴക്കുണ്ടാവുന്നത്. എന്താ അവന്റെ പേര്? അയാൻ. അയാൻ? കണ്ടിട്ട് ഇവൻ അത്രയ്ക്ക് നല്ലവനാണെന്ന് തോന്നുന്നില്ല. തോന്നിയല്ലേ? ഫസ്റ്റ് ഡേ ഇവനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇവന്റെ നോട്ടവും സംസാരവും ഒക്കെ പാടെ നോക്കുമ്പോ എന്തോ ഒരു മാതിരി തോന്നുന്നു. വാ ഇങ്ങോട്ട് യൂഞ്ചി. യൂഞ്ചി വൈകിട്ട് ഞാൻ വിളിക്കാം. ബൈ. അല്ല, ഇന്ന് നിങ്ങൾക്ക് വേറെ എവിടെ പോണോന്നല്ലേ പറഞ്ഞേ? ഞങ്ങളോട് ബസ്സിന് പോകാനല്ലേ പറഞ്ഞേ? ബസ് വരാൻ സമയമായില്ലല്ലോ. ആ പ്ലാൻ മാറ്റി. നമ്മൾ ഇന്ന് ഒരുമിച്ചാവുന്നേ. അതെന്താ? അതൊന്നുമില്ല, എല്ലാം അറിയണോ? വാ ഇങ്ങോട്ട്. അപ്പൊ ശരി, ഞാനെന്നാ പോവാ. ഇപ്പൊ ബസ് വരും. അടുത്ത ദിവസം കാണാം. ബൈ. അയ്യോ ഓള് പോയി. എടാ ഞാനും പോടാ. ബൈ, നാളെ കാണാം. യൂജി, ട്രൂത്ത് ഓർ ഡെയർ? അവള് തുടങ്ങി. പറ മുത്തേ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. എപ്പ നോക്കിയാലും ട്രൂത്ത്. ഡെയർ ചൂസ് ചെയ്യടി പൊട്ടി. ഞാൻ ഈ ഡെയർ ചൂസ് ചെയ്തിട്ട് വേണം നീ ഇനി എനിക്ക് പറ്റാത്ത പണിയല്ല എന്നെ ഏൽപ്പിക്കാൻ. എനിക്ക് വയ്യ എന്റെ പൊന്നേ. നിന്നെ കൊണ്ട് പറ്റുന്നത് മാത്രമേ ഞാൻ തരത്തുള്ളൂ. ഡെയർ ചൂസ് ചെയ്യേ. ആ ഡെയർ. ഞാൻ ആലോചിക്കട്ടെ നിനക്ക് എന്താ തരണ്ടേന്ന്. എന്റെ പൊന്നു കുക്കി, രാത്രി എവിടെങ്കിലും ഇറങ്ങിപ്പോ പറയില്ലേ നീ? എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും പറ. ശരി, നിന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. പോയി ജിമിനേട്ടനോട് ഇഷ്ടമാണെന്ന് തുറന്നു പറ. അതൊന്നും പറയാൻ പറ്റത്തില്ല. നീ ഒന്ന് പോയ കുക്കി. അതിനൊക്കെ സമയം കാലമൊക്കെ ഉണ്ട്. സമയം കാലമൊക്കെ നോക്കി നോക്കിയിട്ട് എത്ര വർഷമായി എന്റെ യൂജി മോളെ. ഇന്ന് നീ ഇത് പറഞ്ഞേ പറ്റൂ. ഇന്ന് പറയാനോ? എല്ലാരും ഉണ്ടല്ലോ കുക്കി ഇവിടെ. ഞാൻ എങ്ങനെ പറയാനാ? ജിമിനേട്ടനെ ഒറ്റയ്ക്ക് കിട്ടണ്ടേ പറയാൻ വേണ്ടിട്ട്? ഇച്ചൻ എപ്പോഴും കൂടെ കാണും. ഞാൻ എങ്ങനെ പറയും? അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഞാൻ ഏറ്റു.
പിന്നെ ജിമ്മിയേട്ടനെ ഒറ്റയ്ക്ക് കിട്ടിയാ നീ അത് പറയാലോ. അത് ഒറ്റയ്ക്ക് കിട്ടിയാ ഞാൻ പറയാം. ഓക്കെ, പറയാ, റെഡി ആയിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഒപ്പിച്ചിട്ട് വരാം. ജീനി, എങ്ങനെയുണ്ട് തലവേദന? കുറവുണ്ടോ? ഒട്ടും കുറവില്ല, പിന്നെയും കൂടുന്ന പോലെയാ തോന്നുന്നത്. നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടാ നിന്റെ തലവേദന മാറാത്ത. നീ കഴിക്കുന്ന മെഡിസിൻ എന്തേ? അത് തീർന്നു? അത് തീർന്നു, ഇനി വാങ്ങണം. എന്നാൽ ഞാൻ അവന്മാരെ വിട്ടത് വാങ്ങിപ്പിക്കാം. അത് കഴിക്കുമ്പോൾ നിനക്ക് കുറച്ച് ആശ്വാസം ഉണ്ടല്ലോ. ആ മോനെ, ഈ ടാബ്ലറ്റ് ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ? ടാബ്ലറ്റോ? എന്തു പറ്റി? ജീനിക്ക് ഭയങ്കര തലവേദന. ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോഴാണ് അവൾക്ക് ഇച്ചിരി ആശ്വാസം വരുന്നത്. മോനിത് പെട്ടെന്ന് പോയി വാങ്ങിക്കൊണ്ടുപോവാ. ഞാൻ ഇപ്പൊ തന്നെ പോവാം. അതിങ്ങിതാ. എടാ നീ എവിടെ പോവാ? എടാ ഇപ്പൊ വരാടാ, ഞാൻ ഇപ്പൊ വരാം. അവൻ എവിടെ പോയതാ അമ്മേ? അവൻ മെഡിക്കൽ സ്റ്റോർ വരെ പോയതാടാ. ഹോ, നീക്കുട്ടൻ പോയി. കർത്താവേ, നന്ദിയുണ്ട്. യുഞ്ചി, നമ്മുടെ പ്ലാൻ വിജയിക്കും. നീക്കുട്ടൻ പുറത്തോട്ട് പോയി. ഇപ്പൊ രണ്ട് ജിമ്മിനായിട്ട് തന്നെ ഉള്ളൂ. നീ പോയി പറ. ബാ. ഇച്ചൻ എങ്ങോട്ട് പോയതാ? എങ്ങോട്ട് പോയെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഇരിക്കാൻ സമയമില്ല. നീ ആദ്യം പോയി പറ. ജിമ്മി വേണ്ട, അവിടെ നിൽക്കുന്നുണ്ട്. നീ വാ. ഒരു കുക്കി പറയണോടി ഞാൻ. എനിക്ക് പേടിയാവുന്നു. യൂഞ്ചിക്ക് പേടിയോ? എന്റെ പൊന്നു യൂഞ്ചി, വീട് കിട്ടിയ അവസരമാ. വാ ഇങ്ങോട്ട്. ദേ, അവിടെ നിൽക്കുന്നുണ്ട് ജിമ്മിയേട്ടൻ. ചെന്ന് പറ. ഓൾ ദി ബെസ്റ്റ്. പോടി. നല്ല നില ഉണ്ടല്ലേ? നിലാവോ? ഈ കാർമേഘം ഉള്ളപ്പോഴോ? അത് പിന്നെ ഞാൻ ചുമ്മാ എന്തെങ്കിലും പറയണല്ലോ, അതുകൊണ്ട്. എന്തു പറയാൻ? നിനക്ക് എന്തോ പറ്റിയടി? അല്ല, ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോ ഇങ്ങനൊക്കെ വേണമല്ലോ ആദ്യം സംസാരിക്കാൻ, അതാ. അയ്യോ, ഇവിടുത്തെ കുളമാക്കും. എടി പറ, സമയം പോന്ന് പറ. ഇവളെന്നെ കൊണ്ടേ പോത്തുള്ളൂ. ഓ, ഞാൻ എങ്ങനെ പറയും? എന്താ യൂഞ്ചി? അയ്യോ, ഞാൻ എങ്ങനെ പറയും? പറയും ജിമോളെ, പറ. ജിമിനേട്ടാ, എനിക്ക് നിങ്ങളെ. യൂഞ്ചി, നീ പറയാൻ വരുന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ? അത് ശരിയാവില്ല, അത്ര തന്നെ. ജിമിനേട്ടാ, എനിക്ക് നിങ്ങൾ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയോ? ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല നിങ്ങളോടുള്ള സ്നേഹം. നമ്മുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാ. നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തെ? ജിമിനേട്ടാ, നിങ്ങൾ എന്താ എന്നെ ഇഷ്ടപ്പെടാത്തെ? എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അതോ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? അതോ ഇച്ഛനെ ഓർത്തിട്ടാണോ? എനിക്കിതിനൊരു മറുപടി കിട്ടണം. യൂഞ്ചി, ഇതിനുള്ള മറുപടി ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഈ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പോവാ. എല്ലാം കുളമായല്ലോ. യൂഞ്ചി, നീ ഓക്കെ അല്ലേ? നിന്റെ അമ്മൂമ്മയുടെ ഒരു ഓക്കെ. എനിക്ക് സന്തോഷിക്കാനുള്ള വകയാണല്ലോ നിന്റെ ചേട്ടന് ഇപ്പൊ എനിക്ക് തന്നിട്ട് പോയത്. അവളുടെ ഒരു ഓക്കെ. യൂഞ്ചി, കൂൾ. കൊച്ചുണ്ടാക്കതടി. നീനോട് മിണ്ടരുത് കുക്കി. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഞാനിപ്പോ പറയുന്നില്ലാന്ന്. ഇപ്പൊ നിനക്ക് സമാധാനായോ? അല്ല യൂഞ്ചി മോളെ, എന്നാണെങ്കിലും പറയണമല്ലോ, അതാ ഞാൻ. പറഞ്ഞപ്പോഴേ നിന്റെ ചേട്ടൻ സമ്മതിച്ചല്ലോ. നിന്റെ ചേട്ടൻ ആരാണ് അവിടെ വിചാരം? ഇടക്കേട്ടാ വരും ഐശ്വര്യായി. എടി യൂഞ്ചി, നീ ദേഷ്യപ്പെടാതെ, നമുക്കൊരു വഴി കാണാം. ഇനി എന്ത് വഴിയുണ്ടെന്നാ പറയുന്നേ? ഇന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാല് നാളെ ഒന്ന് ഇഷ്ടമാണെന്ന് പറയോ? ഇല്ലല്ലോ. നീ ഒന്ന് പോയേ കൂക്കി, ഒരു വഴിയില്ല ഇനി. അല്ല, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം. സമാധാനോ? എന്റെ ഉള്ള സമാധാനം കൂടി പോയി. ഇന്ന് ഞാൻ എന്തോർത്ത് സമാധാനിക്കാനാ? എന്തായാലും ഇതിന്റെ പേര് കരഞ്ഞു വിളിച്ചിരിക്കാനൊന്നും യോജിയെ കൊണ്ട് പറ്റത്തില്ല. എന്ത് വഴി കാണണമെന്ന് ഞാൻ നോക്കിക്കോളാം. ശേ, ഒന്നും വേണ്ടായിരുന്നു. നീ വന്നോ? അവളെവിടെ യോഞ്ചി? നിങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ടേ?
യോജിക്കിപ്പോ ഒന്നും വേണ്ടാന്ന്, കുറച്ച് കഴിഞ്ഞ് അവള് കഴിച്ചോളാന്ന് പറഞ്ഞു. ചിമ്മി എവിടെ അമ്മേ? അവന് തലവേദനയാണെന്ന്, ഇപ്പൊ ഒന്നും വേണ്ടാന്ന്. എന്നാ നിങ്ങൾ കഴിക്ക, ഞാൻ റൂമിൽ കാണും. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാ മതി. എപ്പോഴും ഫോൺ നോക്കിയാണോ നീ കഴിക്കാറ്? എടി, ഞാൻ നിന്നോടാ ചോദിച്ചേ, എപ്പോഴും ഫോൺ നോക്കിയാണോ കഴിക്കാറെന്ന്. അത് ഞാനൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യം നീ ഫുഡ് കഴിക്ക്, അത് കഴിഞ്ഞ് ഫോണിൽ നോക്ക്. എനിക്ക് തീരെ ഇഷ്ടമല്ല കഴിക്കുമ്പോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ഇത് മാറ്റി വെക്ക് നോക്കി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചേടാ, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. ഞാൻ എന്റെ ഫോണിൽ നോക്കുന്നതിന് നിനക്കെന്താ? നീ നിന്റെ ഫോണിൽ നോക്കിക്കോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ല. ആദ്യം കഴിക്ക്, അത് കഴിഞ്ഞ് നോക്ക്. എന്റെ ഇഷ്ട ഞാൻ എപ്പോ നോക്കണോന്ന്, അതിൽ വേറെ ആരും ഇടപെടണ്ട. കൂക്കി, എന്തെങ്കിലും പറയുമ്പോ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ തർക്കിക്കാൻ വരരുത്. എനിക്കിത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട, ഇത് എന്റെ ഇഷ്ടമാണ്, എനിക്കിതാ ഇഷ്ടം. നിന്റെ വായിന്ന് എപ്പോഴും ഈ തർക്കുത്തരം മാത്രമേ വരത്തുള്ളൂ അല്ലേ? എന്തെങ്കിലും പറയുമ്പോ എന്താ അത് മനസ്സിലാക്കാത്തെ? കഴിച്ചു കഴിഞ്ഞെങ്കിലേ മോൻ എഴുന്നേറ്റ് പോവാൻ നോക്ക്, വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ലടി. ഫോണില്ലാത്ത നീ തിന്നുവന്ന് ഞാൻ നോക്കട്ടെ. നിന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് താടി. എന്റെ ഫോൺ ഇങ്ങോട്ട് താ. എന്റെ ഫോൺ ഇങ്ങോട്ട് തരാനാ പറഞ്ഞ മര്യാദക്ക്. ഇല്ല, നീ കഴിക്ക്, അത് കഴിഞ്ഞ് ഞാൻ തരാം. എന്റെ ഫോൺ തന്നെ മര്യാദക്ക്. ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് തരാൻ. നിങ്ങൾ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ?